Good morning, dear students. Welcome back to our moral science class. Have you read the previous chapter? Be clean and hygienic. Okay. In the previous chapter, we have studied that a good student always keeps his things neat and clean. If you want to be known as a good student, you should be able to keep your things in a neat and clean and orderly way. So today we are going to study a new chapter, chapter 15, the power of forgiveness. Chapter 15, the power of forgiveness. First of all, we have to know what is the meaning of forgive. Forgive, stop feeling angry or is shameful towards someone for an often mistake. അതായത് ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം അവരോട് അത് അവർ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ അവരോട് ക്ഷമിക്കണം. അതായത് അവർക്ക് മാപ്പ് നൽകണം. ഓക്കെ. So all of you please open your moral science textbook, page number 46. Chapter 15, the power of forgiveness. First paragraph. Mahatma Gandhi always forgave his enemies. He used to pray for everyone every day, and his prayer meeting was attended by people of all religion, caste and creeds without distinction. ആരായിരുന്നു മഹാത്മാഗാന്ധി? യെസ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു മഹാത്മാ ഗാന്ധിജി. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്നും അദ്ദേഹത്തെ വിശേഷിക്കപ്പെടുന്നു. കൂടാതെ അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും ശ്രദ്ധേയനായിരുന്നു ഗാന്ധിജി. അപ്പോൾ ഇവിടെ ഗാന്ധിജിയെ പറ്റിയാണ് പറയുന്നത്. മഹാത്മാഗാന്ധി എപ്പോഴും തൻ്റെ ശത്രുക്കളോട് ക്ഷമിച്ചിരുന്നു. അദ്ദേഹം തൻ്റെ പ്രേയറിൽ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവുമുള്ള പ്രാർത്ഥന എല്ലാവരെയും പറ്റിയും അദ്ദേഹം ഓർമ്മിച്ചിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യാൻ എല്ലാവർക്കും അധികാരമുണ്ടായിരുന്നു. അതായത് അവിടെ ജാതി, മതവിശ്വാസം ഇങ്ങനെയുള്ള വേർതിരിവുകളൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ എല്ലാ ജാതികളിലും എല്ലാ മതവിശ്വാസങ്ങളിലുള്ള ആൾക്കാർക്കും എന്ത് ചെയ്യായിരുന്നു? അറ്റൻഡ് ചെയ്യായിരുന്നു. സെക്കൻഡ് പാരഗ്രാഫ്. ഗാന്ധിജി spent the early part of his career in South Africa. He went there to plead the case of a merchant, but stayed there after seeing the miserable condition of the Indian and African workers in that country. ഗാന്ധിജി തൻ്റെ കരിയറിൻ്റെ ആദ്യ ഭാഗം ചെലവഴിച്ചത് എവിടെയായിരുന്നു? യെസ്, സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. അദ്ദേഹം ഒരു ലോയർ ആയിരുന്നു. അപ്പം അദ്ദേഹം ഒരു വ്യാപാരിയുടെ, ഒരു ഷോപ്പ് കീപ്പറിൻ്റെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് എവിടെ എത്തിയത്? സൗത്ത് ആഫ്രിക്കയിൽ എത്തിയത്. പക്ഷെ അവിടെ എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹം അവിടെയുള്ള ഇന്ത്യക്കാരും അതുപോലെ തന്നെ ആഫ്രിക്കക്കാരുമായുള്ള വർക്കേഴ്സിൻ്റെ ആ ഒരു ദുരിതപൂർണമായ അവസ്ഥ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ദുരിതങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അവർക്ക് വേണ്ടി അവിടെ കുറേ നാൾ ചെലവഴിച്ചു. There were several laws in that country against the Indians, and Gandhiji always opposed all oppressive laws. അവിടെ സൗത്ത് ആഫ്രിക്കയിൽ ഇന്ത്യക്കാർക്കെതിരായിട്ട് കുറേ നിയമങ്ങൾ നിലവിലിരുന്നു. ഗാന്ധിജി എപ്പോഴും തന്നെ അവർക്ക് ആ പീഡനങ്ങളെ എതിർത്തിരുന്നു. ആർക്കെതിരെയുള്ള? ഇന്ത്യക്കാർക്കെതിരെയുള്ള. Then once
When a new unjust law was introduced, he held a meeting of the Indian workers and asked them to start satyagraha. The law sought to expel Indians from South Africa. അപ്പം ഒരിക്കൽ പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ ഒരു നിയമം കൊണ്ടുവന്നു. എന്ത് നിയമമായിരുന്നു? ഒരു അന്യായമായ നിയമമായിരുന്നു. എന്താണ്? പിന്നെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും പുറത്തു പോകണം എന്നുള്ളതായിരുന്നു. അപ്പം അതിനെതിരെ പിന്നെ ഇന്ത്യക്കാരെ സത്യാഗ്രഹം ചെയ്യാനായിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. The African government officers called Gandhiji and requested him not to start satyagraha. They said that the Indians could stay in South Africa by taking a permit from the government, for which Gandhiji agreed. അപ്പം ഗാന്ധിജിയുടെ ഒരു സമരമുറയായിരുന്നു എന്ത്? സത്യാഗ്രഹം. അപ്പം ഇന്ത്യക്കാരെല്ലാവരും പിന്നെ സൗത്ത് ആഫ്രിക്ക വിട്ട് പോകണമെന്ന് ഒരു നിയമം ആര് കൊണ്ടുവന്നു? സൗത്ത് ആഫ്രിക്കൻ ഗവൺമെൻറ്. അപ്പോൾ അതിനെതിരെയായിട്ട് ഗാന്ധിജി സത്യാഗ്രഹം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ ഇതറിഞ്ഞ ആഫ്രിക്കക്കാരായ ആഫ്രിക്കൻ ഓഫീസേഴ്സ് ഗാന്ധിജിയെ വിളിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു എന്ത്? സത്യാഗ്രഹം നിർത്തണമെന്ന്. അതായത് സത്യാഗ്രഹം തുടങ്ങരുതെന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് ഗാന്ധിജിയോട് പറഞ്ഞു. എന്താണ് ഗാന്ധിജിയോട് പറഞ്ഞത്? അതായത് ഇന്ത്യക്കാർക്കും സൗത്ത് ആഫ്രിക്കയിൽ താമസിക്കാം, പക്ഷെ അവിടുന്ന് ആ ഗവൺമെന്റിന്റെ ഒരു പെർമിറ്റ്, ഒരു അനുവാദം വാങ്ങിച്ചതിന് ശേഷം ഇന്ത്യക്കാർക്ക് സൗത്ത് ആഫ്രിക്കയിൽ താമസിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗാന്ധിജി അതിനോട് സമ്മതിച്ചു, എഗ്രി ചെയ്തു. The Pathan who stayed in that country thought that Gandhiji had taken some bribe from the officials and had agreed to take the permit. One of them, Alam, said, "I will kill anyone who takes a permit." അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പതൻസ് എന്ന് പറയുന്ന ആള് ഗാന്ധിജിയെ തെറ്റിദ്ധരിച്ചു. ഗാന്ധിജി ഈ പിന്നെ ഓഫീസർമാർ, അതായത് സൗത്ത് ആഫ്രിക്കക്കാരായ ഓഫീസർമാരിൽ നിന്നും കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് ഗാന്ധിജി ഇത് സമ്മതിച്ചത്. എന്ത് സമ്മതിച്ചതെന്ന്? അതായത് ഇന്ത്യക്കാർക്ക് പെർമിറ്റ് എടുത്തതിന് ശേഷം അവിടെ താമസിക്കാം എന്നുള്ള ആ ഒരു കാര്യം സമ്മതിച്ചതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അലാം എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു എന്താണ്? ആരെങ്കിലും തന്നെ, ഇന്ത്യക്കാരായ ആരെങ്കിലും തന്നെ അങ്ങനെ ഒരു പെർമിറ്റ് എടുക്കുകയാണെങ്കിൽ അവരെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. When Gandhiji went to take a permit, Alam and his friends beat up Gandhiji. He fell down. The police caught hold of the Pathan. അപ്പോൾ ഗാന്ധിജി ഈ പെർമിറ്റ് എടുക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് ഈ അലാമും അയാളുടെ ഫ്രണ്ട്സും കൂടി ഗാന്ധിജിയെ അടിച്ചു വീഴ്ത്തി. അദ്ദേഹം താഴെ വീണു. അപ്പോൾ അത് കണ്ട പോലീസുകാരൻ ഈ പതനെ പിടിച്ചുകൊണ്ട് പോയി. Then soon a case was started. The judge called Gandhiji to give a statement, but Gandhiji did not say anything against Pathan. He only said, "I want Alam to be set free. He is not to be blamed." The judge was surprised at this and set Alam free. അപ്പം അങ്ങനെ പിന്നെ ഗാന്ധിജിയെ അടിച്ചതിന് ഇപ്പം അതിനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ആ കേസ് വാദം നടക്കുന്ന സമയത്ത് ജഡ്ജ് ഗാന്ധിജിയോട് പറഞ്ഞു, അതായത് ഈ അടിച്ചതിനൊരു തെളിവ് വേണമല്ലോ, അപ്പോൾ അത് ഗാന്ധിജിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ഗാന്ധിജി ഈ പതിനെതിരെയുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ എതിരായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതൊന്നും തരത്തില്ല, അദ്ദേഹത്തിനെ ഫ്രീ ആക്കി വിടണം, എനിക്ക് പരാതിയൊന്നുമില്ല, എനിക്ക് കേസൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട ജഡ്ജ് വളരെ സർപ്രൈസ്ഡായി. എന്നിട്ട് ഈ അലാമിനെ ഫ്രീ ആയിട്ട് വിട്ടു. അപ്പം ഈ ഗാന്ധിജിയെ അടിച്ചെങ്കിലും ആ കുറ്റം ചെയ്ത ആൾക്ക് ഗാന്ധിജി എന്തു കൊടുത്തു? മാപ്പ് നൽകി. Alam said, "Thank you, Gandhiji. I shall never do it again. He will ever remain friends." Thus Gandhiji forgave his own enemy and this resulted in friendship. അപ്പം ഇത് കേട്ട പിന്നെ അലാം പറഞ്ഞു, ഗാന്ധിജിയോട് താങ്ക്സ് പറഞ്ഞു, ഞാൻ ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കുകയില്ല,
നമ്മൾ എപ്പോഴും എന്താണ്, നമ്മൾ ഇന്ന് മുതൽ ഫ്രണ്ട്സാണ്. അപ്പം ഗാന്ധിജി തൻ്റെ ശത്രുവിനോട് എന്ത് ചെയ്തു? ക്ഷമിച്ചു. അപ്പം അങ്ങനെ അവിടെ അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉടലെടുത്തു. This experience of Gandhiji teaches us that we should forgive all our enemies. Forgiveness reforms an evil dog, but revenge makes him even more evil. അപ്പം ഇത് ഗാന്ധിജി എന്താണ് ചെയ്തത്? തൻ്റെ ആ ശത്രു ചെയ്ത ആ കുറ്റത്തോട് അദ്ദേഹം എന്ത് ചെയ്തു? ആ കുറ്റത്തെ ക്ഷമിച്ചു. അദ്ദേഹം അവർക്ക് മാപ്പ് നൽകി. അപ്പം അതുവഴി നമ്മൾ മാപ്പ് നൽകുന്നത് വഴി എന്താണ്? ദുർപ്രവൃത്തി ചെയ്യുന്നവരെ അത് തിരുത്താൻ ശ്രമിക്കും. അതേസമയം നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു കുറ്റം അവർക്ക് നമ്മൾ പ്രതികാരമാണ് ചെയ്യുന്നതെങ്കിൽ ആ കുറ്റം ചെയ്തയാൾ വീണ്ടും ആ കുറ്റം കൂടുതൽ കരുത്തോടെ ചെയ്യാനാണ് അവർക്ക് പ്രേരണയുണ്ടാകുന്നത്. സോ മോറൽ ഓഫ് ദി സ്റ്റോറി ഈസ്, സ്റ്റുഡൻസ്, നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നമ്മൾ എന്ത് ചെയ്യുക? ക്ഷമിക്കുക. തെറ്റ് ചെയ്യാത്തവരായിട്ട് ഈ ലോകത്തിൽ ആരും തന്നെ ഇല്ല. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാതിരിക്കുക? തെറ്റുകളും കുറ്റങ്ങളും ഒന്നും ചെയ്യാതെ ഇരിക്കുക. പിന്നെ നമ്മൾ കുറ്റം ചെയ്യുന്നവരോട് ക്ഷമിക്കുക. അഥവാ എന്തെങ്കിലുമൊക്കെ ചെറിയ കുറ്റങ്ങൾ നമ്മളോട് ചെയ്യുന്നവരോട് നമ്മൾ എന്ത് ചെയ്യുക? ക്ഷമിക്കുക. അതുവഴി അവർക്ക് ആ തെറ്റ് മനസ്സിലാക്കുവാനും അവർക്ക് ആ തെറ്റ് തിരുത്തുവാനും സാധിക്കുന്നു. പക്ഷെ നമ്മൾ തെറ്റ് ചെയ്തവരോട് നമ്മൾ അവരുടെ പ്രതികാര ബുദ്ധിയോടെ പ്രതികാരം ചെയ്യുകയാണെങ്കിൽ അവരെന്താണ്? വീണ്ടും വലിയ കുറ്റവാളികളായി തീരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. Come on, Caleb. Whoa. Caleb, you broke my toy. I didn't mean to. I'm sorry. You always say that. Well, I am sorry. Well, that won't fix my toy. What's wrong, children? He broke my toy. I told him not to touch it. I said I was sorry. You always say you're sorry. Okay, children. So Caleb broke your toy. But that's not all he did. He ate my ice cream, he went into my room without asking, and he scribbled on my songbook. Well, I am sorry. Sophia, can you think of anything you have done wrong? Well, I forgot to make up my bed. I lost my homework. And I didn't do the dishes. Yes, it's not easy to remember our mistakes. But are you sorry? Do you know what Jehovah does when we are truly sorry? He reminds us at Ephesians 4:32. It says, God freely forgave you. Sophia, what does it mean to freely forgive? I am sorry, Sophia. It's okay, Caleb. I forgive you. Ah, good children. That makes Jehovah very happy. Anybody know where the mess came from? Uh-oh. Thanks for watching. Subscribe our channel for more videos.